KCB വർക്കർ പോസ്റ്റിലേക്ക് 985 പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യാൻ ഒരു പുതിയ തീരുമാനമായിട്ടുണ്ട്. KCB വർക്കറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബിഗ് അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ KCB വർക്കറിന്റെ ഏതൊക്കെ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ താഴെ വരുന്ന കമന്റ് ആണ്, ഇതിലിനി പുതിയ നോട്ടിഫിക്കേഷൻ ഒന്നും വരാൻ പോകുന്നില്ല, ഇത് പഴയ ലിസ്റ്റിൽ നിന്നാണ് എടുക്കുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് കമന്റുകൾ നിരന്തരം നമ്മുടെ വീഡിയോയുടെ താഴെ വരാറുണ്ട്. എന്നാൽ പുതിയൊരു ഓർഡർ വന്നിരിക്കുകയാണ്. KCB ഒഫീഷ്യലി പറഞ്ഞിരിക്കുകയാണ് 985 പോസ്റ്റുകളാണ് KCB വർക്കർ പോസ്റ്റിലേക്ക്, അത് PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 4000 എന്ന് പറയുന്ന വലിയൊരു നമ്പറിലേക്കൊന്നും പോയിട്ടില്ലല്ലോ, 985ലേക്ക് ഇത് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. ഒരിക്കലും 985 അവസാനിക്കില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഇപ്പോൾ നിലവിലുള്ള അസസ്മെന്റ് ആണ്. ഈ ഒരു പോസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ 3 വർഷം അതിന് വാലിഡിറ്റി ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ആ 3 വർഷത്തിനുള്ളിൽ 985 എന്ന് പറയുന്ന നമ്പർ ഉയരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരുപക്ഷെ 4000 ഒന്നും എത്തിയിട്ടില്ലെങ്കിലും എന്തായാലും 2000ന്റെ മുകളിലൊക്കെ അഡ്വൈസുകൾ പോകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഒന്നായിട്ട് മാറുകയാണ് KCB വർക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ്, കൃത്യമായിട്ടുള്ള വേക്കൻസിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, KCB PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് നോട്ടിഫിക്കേഷൻ വരുന്നതിന്റെ തൊട്ട് മുന്നേ നടക്കുന്ന ഒരു പ്രോസസ്സാണ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. വൺസ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കേരള PSC എന്ത് ചെയ്യും, ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാറാണ് ഇതിന്റെ ഒരു നോർമൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. വേക്കൻസി അസസ്മെന്റ് നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നോട്ടീസ് ഞാൻ മുമ്പ് നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടായിരുന്നു. ഇപ്പൊ വന്നിരിക്കുന്നത് കൃത്യമായിട്ടുള്ള അസസ്മെന്റ് തന്നെയാണ്. 985 KCB വർക്കർ വേക്കൻസീസ് ആണ് വരാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു നോട്ടീസിൽ വന്നിരിക്കുന്നത്? ഈ ഒരു ലെറ്റർ എന്ന് പറയുന്നത് KCB എല്ലാ ഡിസ്ട്രിക്ട് ഹെഡിലേക്കും അയച്ചിട്ടുള്ള ഒരു ലെറ്റർ ആണ്. അപ്പോൾ ഇതിന്റെ അബ്സ്ട്രാക്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഫില്ലിംഗ് അപ്പ് ഓഫ് വേക്കൻസീസ് ഓഫ് ദ പോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി വർക്കർ ആൻഡ് മോഡിഫിക്കേഷൻ ഇൻ ദ ബോർഡ് ഓഫ് ഓർഡർ ഡേറ്റഡ് സാങ്ഷൻഡ് ഓർഡർ ഇഷ്യൂഡ് ബൈ രജിസ്റ്റർ നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എത്രത്തോളം വേക്കൻസീസ് വരുന്നുണ്ട്. ഈ ഒരു നോട്ടീസിലെ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കോളൂ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. റിസോൾവ് ടു മോഡിഫൈ ദ ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ പോസ്റ്റ് ഓഫ് KCB ഇലക്ട്രിസിറ്റി വർക്കർ ഇൻ ദ ബോർഡ് ഓർഡർ 7/11/2025 ബൈ ഇൻകോർപ്പറേറ്റിംഗ് പോൾ ക്ലൈംബിംഗ് സ്കിൽ ഫോർ ഇവാലുവേറ്റിംഗ് ഫിസിക്കൽ ഫിറ്റ്നസ്. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു ടേം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പോൾ ക്ലൈംബിംഗ് ടെസ്റ്റ് കൂടി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ട്, അത് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ബൈ ആഡിംഗ് ദ കോഴ്സ് മസ്റ്റ് ബി ഏബിൾ ടു അസെൻഡ് ആൻഡ് ഡിസെൻഡ് 9 മീറ്റർ ഇലക്ട്രിക് പോൾ വിത്ത് എ ടൈം ലിമിറ്റ് ഓഫ് 8 മിനിറ്റ്. അപ്പോൾ ഈ ഒരു അസസ്മെന്റ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു KCB വർക്കർ പോസ്റ്റിലേക്ക് വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് 985 പോസ്റ്റുകൾ, 985 വേക്കൻസീസ് ഇൻ cadre of electricity worker to the Kerala Public Service Commission for district wise recruitment എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. Further resolved to direct Deputy Chief Engineers of Electrical Circle in the district headquarters to report the vacancies in the post of electricity worker in line with the resolution above എന്നുള്ളതാണ് ഈ ഒരു നോട്ടീസിൽ വന്നിരിക്കുന്നത്. ബൈ ഓർഡർ ഫുൾ ടൈം ഡയറക്ടേഴ്സ് ആണ്, ബൈ ഓർഡർ ഓഫ് ഫുൾ ടൈം ഡയറക്ടേഴ്സ് ആണ് ഈ ഒരു നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 985 എന്ന് പറയുന്ന ഒരു ബിഗ് നമ്പറിലേക്ക് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വേക്കൻസീസ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ 4000 നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല, തീർച്ചയായിട്ടും വേക്കൻസി വരും. അപ്പൊ നമ്മൾ ജില്ലാതലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരാശരി ഒരു 150 മുതൽ 200 വേക്കൻസീസ് ഒക്കെ ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം കോമ്പറ്റീഷൻ ഉണ്ട്. പല ആൾക്കാരും പറയുന്നുണ്ട് KCB വർക്കറിൽ ഒരുപാട് പോസ്റ്റ് ഉള്ളതുകൊണ്ട് വലിയ കോമ്പറ്റീഷൻ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ പോലെയല്ല ഇപ്രാവശ്യത്തെ ക്വാളിഫിക്കേഷനിൽ 2 year ഗവൺമെന്റ് അപ്രൂവ്ഡ് നാഷണൽ ഓർ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ കൃത്യമായിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ ഇലക്ട്രീഷ്യൻ കഴിഞ്ഞ ആളുകളും വയർമാൻ കഴിഞ്ഞ ആളുകളും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫുൾ സ്ട്രെച്ച് പ്രിപ്പറേഷൻ തന്നെയാണ് ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഒരിക്കലും സില്ലി ആയിട്ട് കാണരുത്. നിങ്ങൾ ഈ കോമ്പറ്റീഷൻ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2026 ഒരു ഗവൺമെന്റ് സെക്ടർ ജോബ് KCBയിൽ ഏറ്റവും കൂടുതൽ സാലറി ലഭിക്കുന്ന KCBയിൽ ഒരു വർക്കർ പോസ്റ്റിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് എൻട്രിയോടൊപ്പം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എൻട്രിയുടെ KCB വർക്കർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയും കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയും 7736177795 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ടീം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും. KCB വർക്കറുമായിട്ടുള്ള നിങ്ങളുടെ എല്ലാ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പലപ്പോഴും KCB വർക്കറുമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ വീഡിയോയുടെ താഴെ വരുന്ന കമന്റാണ്, ഇത് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നില്ല, ഇതൊക്കെ പഴയ ലിസ്റ്റിൽ നിന്നാണ് എടുക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ വരാറുണ്ട്. പക്ഷേ കൃത്യമായിട്ട് ഞാൻ പറയാറുണ്ട്,
പറയാറുണ്ട് KSEB ഇതുപോലൊരു സാങ്ഷൻ ചെയ്യാൻ, വേക്കൻസി അസസ്മെന്റ് ചെയ്യാൻ, റിപ്പോർട്ട് ചെയ്യാനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗീകരിച്ചു കഴിഞ്ഞു. അത് കേരള PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നതോടുകൂടി നോട്ടിഫിക്കേഷൻ ഓൺ ആവുകയാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഒരു 1 or 2 monthsനുള്ളിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് പ്രിപ്പറേഷൻ ഉള്ളത്. എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. എൻട്രിയോടൊപ്പം നിങ്ങൾ പഠിച്ചു തുടങ്ങുക. കേരളത്തിലെ ഏറ്റവും മികച്ച ടെക്നിക്കൽ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായിട്ടുള്ള എൻട്രിയോടൊപ്പം പഠിക്കാൻ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യം നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങല്ലേ? വിഷ് യു ഓൾ ദി ബെസ്റ്റ്.